അസ്സലാമലൈക്കും, നമസ്കാരം. ഞാൻ മജീദാണ്. അപ്പോൾ ഒരു വീടിന്റെ ജനലിന്റെ കരവ് എങ്ങനെ പിടിച്ചാൽ ഞങ്ങൾക്ക് കാണിച്ചു തരാം. കൊണ്ട് ആദ്യം വടി ഇങ്ങനെ വെക്കുക. വടി ഇങ്ങനെ വെച്ചിട്ട് സ്വിച്ച് ലെവലേ പെട്ടെന്ന് കൊണ്ടേ ഫോൺ കൂടി. അപ്പൊ ഇത് ലെവലാണ്. ഈ ലെവലിന് ആദ്യം വെക്കുക. ഇതല്ലേ? അപ്പൊ മോൾ ഭാഗം ലേശം നീങ്ങാണ്ട്. അപ്പൊ അത് സെറ്റ് ചെയ്യണേ. ഇപ്പൊ ഇത് വാട്ടർ ലെവലാണ്. ഓക്കെ, എന്നിട്ട് ഇങ്ങോട്ട് വെക്കുക. കഴിഞ്ഞിട്ട് ഞമ്മള് കണ്ണെടുക്കണം. ഇതല്ലേ നോക്കണേ, ഇത് കണ്ടതാ. ഇതേമാതിരി ഈ ജനലിന്റെ ഇവിടെ ഇത് വെച്ചാല് ജനലിന്റെ അവിടെ ഒരേമാതിരി ഇങ്ങോട്ട് ഇത് നമുക്ക് കാണും, ആൾക്കാർ കാണും. ഇത് ഇഞ്ഞല്ലത് ഇത് കണ്ടില്ലേ? ഇപ്പൊ ഈ ജനലും ഈ ഇതിന്റെ എൻഡും ഒരേമാതിരി ആകണം. കണ്ടില്ലേ? ഇവിടെ ഇങ്ങനെ കാട്ടുക, അതേമാതിരി ഇവിടെയും കാട്ടുക. അപ്പൊ ഇത് ഒരേ ലെവലാവും. ഇങ്ങനെ കാട്ടിയിട്ട് മാറ്റിയിട്ട് ഈ വടി എടുത്തുകൊണ്ട് ഇതിന്റെ ലെവലിൽ ഇങ്ങനെ വടി ഇടണം. ഇങ്ങനെ വടിയിടുക. ഇങ്ങനെ വടിയിട്ടാണ്ട് ഈ വലിച്ചുപാലം നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്നിച്ച് കഴിഞ്ഞാൽ ഇത് ഒരേ മാതിരിയാവും. ഇങ്ങോട്ടോ ഇത് കണ്ടില്ലേ? ഇനി ഞാൻ തന്നെ ക്യാമറയിൽ കാണിച്ചു തരുന്നത്. ഇത് കണ്ടില്ലേ? ഇതേമാതിരി ഒരേമാതിരി ഉണ്ടാവും. കണ്ടില്ലേ? ഇനി ഇത് തേച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിനെ തേപ്പുണ്ട് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. മനുഷ്യന്മാരെ, ഇതിൻ്റെ ഈ ഭാഗം കരവൊടിച്ചു, മോൾ ഭാഗം കരവൊടിച്ചു, ഈ സൈഡ് കരവൊടിച്ചു. ഇനി ചെയ്യേണ്ടത് പറഞ്ഞാൽ ഇതേമാതിരി ബ്രഷ് എടുക്കുക. ബ്രഷ് എടുത്തിട്ട് ഈ സിമെൻറ്റ് ഇങ്ങനെ കളയുക. കണ്ടില്ലേ? ഈ സിമെൻറ്റ് ഇങ്ങനെ കളഞ്ഞാൽ എന്താ ഉണ്ടാകുക? പെയിൻറ്റിങ്ങുകാർക്ക് പണി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു 10 റുപ്യേൻ്റെ ലാഭം ഉണ്ടാവും. 10 ലക്ഷമല്ല, 16 റുപ്യേൻ്റെ ലാഭം ഉണ്ടാവും. ഇതേമാതിരി കളയുക. കണ്ടില്ലേ? ഇങ്ങനെ കളഞ്ഞു കൊടുക്കുക. അപ്പോൾ നിങ്ങളെ പേര് ആർക്ക് തേക്കാൻ കൊടുത്താലും, ബംഗാളിയെ കൊടുത്താലും മലയാളിയെ കൊടുത്താലും ഇതേമാതിരി കളയാൻ പറഞ്ഞുകൊണ്ടു. അപ്പോൾ കണ്ടില്ലേ? അപ്പോൾ ജനലിൻ്റെ വർക്ക് കഴിഞ്ഞു. മയക്കാറായതുകൊണ്ട് ഇപ്പോൾ ഇട്ടാണ് റൂം. കണ്ടില്ലേ? ഈ ലെവലിൽ തേക്കണം. ഇതേമാതിരി ലെവലിട്ടണം. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്നു, പൂന്തിങ്കളാകുന്നു എൻ്റെ കുഞ്ഞുട്ടി ഭാര്യ. അപ്പോൾ മനുഷ്യന്മാരെ ഭയങ്കര ക്ഷീണമാണെന്ന്. കാരണം ഇന്ന് 6:30 പണി തുടങ്ങിയിട്ട് ഇപ്പം ടൈം 4 മണിയായിക്കണേ. ഇതിൻ്റെ ഇടയ്ക്ക് 10 മണിക്കൊരു കഞ്ഞിയാണ്. അപ്പോൾ ഇനി വീട്ടിൽ പോയിട്ട് ഇനി കഞ്ഞിയോ ചോറോ ചായ നമ്മളെ ബോച്ചട്ടി ചായപ്പൊടി കൊണ്ട് ഒരു ഗ്ലാസ് കട്ടൻ ചായ എൻ്റെ കുഞ്ഞുട്ടി ഭാര്യൻ്റെ കയ്യിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിന് നല്ലൊരു ഉണർവാക്കാരം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുന്നുണ്ടോ. ഓക്കെ, അടുത്ത വീഡിയോസ് കാണാം. ബൈ.